ഇതാണ് നമ്മുടെ IQ-Z10 എന്ന് പറയുന്ന വേരിയന്റ്. അപ്പോൾ ഗ്ലേഷ്യർ ഗ്രേ ആണ് കളർ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഒരു റീക്രിയേഷൻ ആണ് ആക്ച്വലി. അപ്പോൾ ബോക്സ് ഇങ്ങനെയാണ്. കുറച്ച് ബോക്സ് ഇതുപോലെ ആയിരിക്കും വരിക. നമ്മുടെ IQ13ന്റെ ആ രീതി ആയിരിക്കത്തില്ല, അത് കുറച്ചുകൂടെ വലിയ ബോക്സ് ആണ്, കുറച്ചുകൂടെ ചെറിയ ബോക്സ് ആണ്. ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്ത് വേരിയന്റ് പറഞ്ഞു തരാം. 12 GB 256 ഇന്റേണൽ സ്റ്റോറേജ് സ്പേസ് വരുന്നത്. ടൈം എടുക്കും. ഓക്കെ, തുറക്കുമ്പോൾ തന്നെ ഇവിടെ ഫോണുണ്ട്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഫോൺ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ പെട്ടിക്കകത്ത് എന്തൊക്കെയാണ് വരുന്നത് പറയാം. ഒരു TPU കേസ് വരുന്നുണ്ട്, നോർമലി ഉള്ള കേസാണ്. പിന്നെ എൻ്റെ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ വരുന്നത്, ഇത് നമുക്ക് ആവശ്യമില്ല. ഒരു സിം ചെക്കിങ് ടൂള് വരുന്നുണ്ട്. പിന്നെ ചാർജർ ആക്ച്വലി ഇതിൻ്റെ ഓണർ മറന്നുപോയി. 90 വാട്ടിൻ്റെ ചാർജറാണ്. ഇപ്പോൾ എൻ്റെ IQ-ൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം, PD ചാർജറിൻ്റെ ടൈപ്പാണ്. പക്ഷെ നോർമൽ ടൈപ്പ് A to ടൈപ്പ് C ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫോൺ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ഇങ്ങനെയാണ് വരുന്നത്. ഒരു IQ-ൻ്റെ രീതി വെച്ചിട്ടുള്ള ഫോണല്ല ആക്ച്വലി. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ വിവോൻ്റെയോ അല്ലെങ്കിൽ റിയൽമിയുടെ ഒക്കെ ഒരു ഫോൺ പോലെ തോന്നും. നമുക്ക് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്യാം. എൻ്റെ IQ ഫോൺസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഫീൽ ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ അങ്ങനെ ഇല്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ IQ-ൻ്റെ Z10 എന്ന് പറയുന്ന വേരിയന്റ്. ആൻഡ് ഗ്ലേഷ്യർ ഗ്രേ എന്നാണ് പറയുന്നത്. നോർമലി നമുക്ക് IQ-ൻ്റെ ഫോൺസിൽ ഇങ്ങനെ ഒരു ക്യാമറ മൊഡ്യൂൾ കാര്യങ്ങൾ വരുന്നില്ല. വിവോയുടെ ഫോൺസിലാണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു വിവോ ഫോണാണ് വരുന്നത്. പക്ഷേ ഇതെവിടെ IQ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു ക്വാഡ് കർവ് വരുന്ന ഡിസ്പ്ലേ ആണ്, AMOLED ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൻ്റെ വേറെ ഹൈലൈറ്റ് വന്നിട്ട് ഇതിൽ 5000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ IQ13 വരുന്ന സമയത്ത് നമുക്ക് അൾട്രാസോണിക്കിൻ്റെ ഫിംഗർ പ്രിൻ്റാണ്. ഇവിടെ നമുക്ക് വരുന്നത് ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻ്റാണ്. ജസ്റ്റ് കൈ വെച്ചെടുത്താൽ ഒരു ജസ്റ്റ് ഒരു 2 സെക്കൻഡ്സിനുള്ളിൽ സാധനം ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നമുക്ക് തരും. ആൻഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഫോൺ ഓഫ് ആയിട്ട് തന്നെ സാധനം ഓൺ ആക്കാനും പറ്റും. ആൻഡ് ബ്രൈറ്റ്നസിൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ ജസ്റ്റ് ബ്രൈറ്റ്നസ് കാണിച്ചു തരാം. ഇതാണ് ഏറ്റവും ലോ ആയിട്ട് കിടക്കുന്ന ബ്രൈറ്റ്നസ്സും ഇതാണ് പീക്ക് ബ്രൈറ്റ്നസ്സും. ഓട്ടോ മോഡ് നമുക്ക് ഓഫ് ആക്കിയിടാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. നമുക്ക് ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് 12 GB 256 നമ്മൾ വേരിയന്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റാണ് വരുന്നത്. അത് 2.5 GHz ഈ സാധനം ക്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആദ്യത്തെ 7300 mAh ബാറ്ററി പാക്കേജാണ് വരുന്നത്. എന്ന് വെച്ചാൽ ദ ലാർജസ്റ്റ് ബാറ്ററി എവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈവൻ എൻ്റെ ഫോണിലാണെങ്കിൽ കൂടി, മീൻസ് IQ13 ആണെങ്കിൽ കൂടി അതിന് 6000 വരുന്നത്. ഇതിൽ 1300 ഡബിൾ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളൊക്കെ കിട്ടും. പറഞ്ഞു നേരത്തെ 50 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറയും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ ഫോട്ടോ ജസ്റ്റ് എടുത്തുതരാം. ഇതിൽ വൈഡ് ആംഗിൾ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞാൻ ജസ്റ്റ് നോർമൽ ഫോട്ടോ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, നോർമൽ ഫോട്ടോയിൽ കുറച്ചെടുത്തിട്ട് നോർമൽ ഫോട്ടോയിൽ നമുക്കിത് അത്യാവശ്യം നല്ല രീതിക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ആ ഒരു ഡെപ്ത് ആയിട്ടുള്ള ഇതൊക്കെ അറിയുന്നുണ്ട്. നമ്മുടെ ഓരോ ഡീറ്റെയിലിങ്ങും നന്നായിട്ട് അറിയുന്നുണ്ട്. അതിൻ്റെ വീഡിയോഗ്രാഫി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. അതിൻ്റെ ഫ്രണ്ട് വീഡിയോ ബാക്ക് വീഡിയോ എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ഞാനിവിടെ കുറച്ച് പോർട്രേറ്റ്സ് ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ സാമ്പിൾ ഞങ്ങൾക്ക് ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാമറയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ IQ-Z10ന്റെ ഫ്രണ്ട് ക്യാമറയിലുള്ളതാണ്. മീൻസ് 32 മെഗാ പിക്സലിന്റെ ക്യാമറയിൽ നിന്ന് എടുക്കുന്ന 4K 30 FPS വിഷ്വൽസ് ആണ്. ആൻഡ് നമ്മുടെ IQ ഫോൺസിൽ തന്നെ കണ്ടുവരുന്ന വേറൊരു സംഭവം കൂടി ഉണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞ സാധനം, ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. സംസാരിക്കുമ്പോൾ ചുറ്റുമുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് തരും. ആ ഒരു ഓപ്ഷൻ ഞാൻ ജസ്റ്റ് എനേബിൾ ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് വോയിസ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇതിൽ എനേബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കാണുന്ന ഒരു വിഷ്വൽസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളിതിപ്പോൾ ഇൻഡോർ ആണ് ഞാൻ നിൽക്കുന്നത്. നമ്മളത് കുറച്ചുകൂടെ വെയിലത്തോട്ട് അല്ലെങ്കിൽ വെളിച്ചത്തോട്ട് ഇറങ്ങിയാൽ എങ്ങനെയാണ് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ,
അപ്പോൾ വെളിച്ചത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു കളർ ടോണിലാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇത് 4K ആണ്, പക്ക 4K. പക്ഷെ എനിക്ക് തോന്നിയത് 4K 60 ഇവർക്ക് കൊടുക്കായിരുന്നു. ബട്ട് ഇതിൽ 4K 30 FPS മാത്രമേ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐക്യുവിന്റെ Z10 എന്ന് പറയുന്ന വേരിയന്റിന്റെ പ്രൈമറി ക്യാമറ, 50 മെഗാ പിക്സലിന്റെ ക്യാമറയിലുള്ള 4K 30 FPS വിഷ്വൽസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ക്യാമറ ഉള്ളത്. അപ്പോൾ നമുക്ക് എത്രത്തോളം കളർ കോഡ് കാര്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹാൻഡ് സ്റ്റേബിലൈസേഷനെ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റേബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടല്ലോ. ആകെ കൂടി എനിക്ക് തോന്നിയൊരു കുറവ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വൈഡ് ആംഗിൾ വരുന്നില്ല എന്നാണ്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ വീടിൻ്റെ അടുത്ത ഗാർഡൻ ആണ്. ഈ ഒരു രീതിയിലാണ് വരുന്നത്. ആൻഡ് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ അണ്ടർ 30K നമുക്ക് ഇതൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് കൊടുക്കുന്ന കമ്പനികളും ഉണ്ട്, പക്ഷേ സോഫ്റ്റ്വെയർ വൈസ് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ്. നമുക്ക് IQ Z10ന്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നോർമലി വരുന്ന പോലെ സ്റ്റീരിയോ സ്പീക്കർ കാര്യങ്ങളൊന്നും അല്ല, ഡ്യുവൽ സ്പീക്കറാണ്. താഴെ മാത്രമാണ് സ്പീക്കർ റീച്ച് വരുന്നത്. അത് നമുക്ക് ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് സ്പീക്കേഴ്സിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. ആൻഡ് നമുക്ക് ഇതില് വീഡിയോ നമുക്ക് നോക്കാം. ജസ്റ്റ് 4Kയുടെ LED കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ IQ. ഇപ്പോൾ നിങ്ങൾക്ക് വെളിച്ചം തട്ടുന്ന സമയത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ ഒരു ഗ്ലേസിങ്. അതുകൊണ്ടാണ് ഇതിനെ ആ ഒരു ഗ്ലേഷ്യർ സിൽവർ എന്ന് പറയാനുള്ള ഒരു കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നോർമലി കവറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര അറിയില്ല, പക്ഷേ വെളിച്ചത്തോട്ട് ഓടുന്ന സമയത്ത് നല്ല രീതിക്ക് അറിയും. നിങ്ങൾ ലൈക്ക് ഹാർഡ് കേസ് എന്തെങ്കിലുമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. ആൻഡ് ഇൻ ഹാൻഡ് ഫീൽ നല്ല രസമാണ് കയ്യിൽ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് നല്ലൊരു ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്. ക്യാമറ നൈസാണ് ആക്ച്വലി. വീഡിയോ ആണെങ്കിലും അതുപോലെ തന്നെ ഫോട്ടോ ആണെങ്കിലും സംഭവം അടിപൊളിയാണ്. ഞാൻ കുറച്ച് ഫോട്ടോസിൻ്റെ സ്റ്റാമ്പിളും കാര്യങ്ങളും നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ആൻഡ് വൺ ഓഫ് എ നൈസ്. അണ്ടർ 27,000 ആണ് ഇത് വരുന്നത്. മീൻസ് അണ്ടർ 30Kക്ക് താഴെ ഏറ്റവും മികച്ച ഫോൺ തന്നെയാണിത്. ഞാൻ പറയും കണ്ണും പൂട്ടി എടുത്തു പറയും, കാരണം ബെറ്റർ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫോണിൻ്റെ വിശേഷം. സ്ലിമ്മാണ്, 7200 mAh ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ IQ Z10 എന്ന് പറയുന്ന വേരിയന്റിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസും. ആൻഡ് IQ Z9ന്റെ സക്സസർ ആയിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത്. പക്ഷേ മറ്റ് IQ ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ക്യാമറ മൊഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. സോ അത്യാവശ്യം ചിലപ്പോൾ BGMI ഒക്കെ കളിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല, ചെറിയൊരു തട്ടലേ ഉള്ളൂ, പക്ഷെ ബാക്കി കുഴപ്പമില്ല. അതേപോലെ തന്നെ ഇതിൽ കോഡ് കർവിൻ്റെ ഡിസ്പ്ലേ വരുന്നത് കൊണ്ട് തന്നെ ഗെയിം കളിക്കുന്ന സമയത്ത് അത്ര പ്രോബ്ലം വരുന്നില്ല. നോർമലി ഇപ്പോൾ 9S നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് കർവായിട്ട് കിടക്കുന്നുണ്ട്, പക്ഷെ ഇതിൽ അത്ര പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. എല്ലാം കൊണ്ടും ഒരു 26-27 അല്ലെങ്കിൽ ഒരു 27,000 രൂപയ്ക്ക് ഈ സാധനം വേർത്ത് ആണ് ആക്ച്വലി. പിന്നെ IQ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഗെയിമിങ്ങിന് സ്പെഷ്യലൈസ് ചെയ്താണ്. ആൻഡ് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾ കണ്ടല്ലോ, അതുപോലെ തന്നെ ഫ്രണ്ട് വീഡിയോ ക്വാളിറ്റി, ബാക്ക് വീഡിയോ ക്വാളിറ്റി, പോർട്രേറ്റ് ഫോട്ടോസ് എല്ലാം നല്ല രീതിക്ക് തന്നെയാണ്. ഒരു നെഗറ്റീവ് എന്ന് പറയാൻ എനിക്ക് ഈ ഫോണിൽ ആക്ച്വലി അങ്ങനെ ഇല്ല. ഇവർക്ക് ആകെ കൂടി തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ വൈഡ് ആംഗിൾ ഒന്ന് കൊടുക്കായിരുന്നു എന്ന് തോന്നി. അത് മാത്രമല്ല വെച്ചാൽ ഫോട്ടോയിൽ വൈഡ് ആംഗിൾ വരുന്നില്ല, ആൻഡ് വീഡിയോയിലും വൈഡ് ആംഗിൾ വരുന്നില്ല. എന്തിന്? ബട്ട് വൈ? അതുപോലെ തന്നെ 4K 60 FPS ഇവർക്ക് കൊടുക്കായിരുന്നു. ഇവരാകെ കൂടി ഇതേ 4Kയിൽ ഇപ്പോൾ കാണിച്ചു തരാം. 4Kയിൽ നമുക്ക് 30 FPS കിട്ടുന്നുള്ളൂ. 180 ആക്കി കഴിഞ്ഞാൽ നമുക്ക് 60 FPS കിട്ടുന്നുണ്ട്. ബട്ട് വൈ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ആൻഡ് വീഡിയോയിൽ വേറെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, അത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു IQയുടെ Z10 വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ ഒട്ടും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.
ആൻഡ് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് താഴെ മെൻഷൻ ചെയ്യരുത്. എന്നാൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോയിൽ അത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഗാഡ്ജറ്റ് എനിക്ക് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. സീ യു.